കേരളത്തിന്റെ ശോഭനമായ ഭാവിക്കും സമഗ്ര പുരോഗതിക്കുമായി നമുക്ക് പ്രയത്നിക്കാമെന്നും സർക്കാരിനും ജനങ്ങൾക്കും ഒറ്റക്കെട്ടായി നിൽക്കാമെന്നും മുഖ്യമന്ത്രി. നാടിന്റെ നന്മ ആഗ്രഹിച്ച് സർക്കാരിനൊപ്പം നിൽക്കുന്ന ഏവർക്കും ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. രണ്ടാം പിണറായി സർക്കാർ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെയുള്ള നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റിക്കൊണ്ടും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും കേരള വികസന മാതൃക പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. സാമൂഹ്യക്ഷേമവും സാമ്പത്തിക വികസനവും ഒരേ പ്രാധാന്യത്തോടെ നടപ്പാക്കുന്ന നമ്മുടെ നാടിന് ദേശീയതലത്തിൽ നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തി. കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിക്കാനായി. ദേശീയപാത വികസനം ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. സംരംഭക വർഷം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ വ്യവസായ മേഖല വിപുലമാകുന്നു. പൊതുവിദ്യാഭ്യാസവും ആരോഗ്യവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകൾ കൂടുതൽ കരുത്താർജിച്ചു. ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഇതെല്ലാം സാധ്യമാക്കാൻ സർക്കാരിന് ഊർജവും പ്രചോദനവും പകരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിനെ നിരന്തരം ഒറ്റപ്പെടുത്താനും പ്രതിസന്ധിയിലാക്കാനും പല ശക്തികൾ ശ്രമിച്ചിട്ടും അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ടു പോകാൻ നമുക്കാകുന്നത് സർക്കാരും ജനങ്ങളും പരസ്പരം കൈകോർത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. വർഗീയതയും വിഭാഗീയതയും പല പ്രദേശങ്ങളെയും കീഴ്പ്പെടുത്തിയപ്പോഴും ജനാധിപത്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും മഹനീയത ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ നമുക്ക് സാധിച്ചു. നാടിന്റെ നന്മയാഗ്രഹിച്ച് സർക്കാരിനൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.